ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് 100 രൂപയുടെ അഡീനിയം വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുവിധം എല്ലാവർക്കും അയച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ഓർഡർ തന്നവർക്ക് കുറച്ച് പേർക്ക് മാത്രമേ അയക്കാനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് നമ്പർ എഴുതി അയയ്ക്കുക കേട്ടോ, ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, പേര് എഴുതാൻ മറക്കരുത്. ചില ആളുകൾ പേരില്ലാതെ അഡ്രസ്സ് മാത്രം എഴുതും. പേര്, പ്ലേസ്, പിൻകോഡ്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എല്ലാം എഴുതി അയയ്ക്കുക കേട്ടോ. പിന്നെ എല്ലാം പോലെ തന്നെയാണ്. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 5 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും, ഒരുപാട് പേര് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുള്ള എല്ലാ ചെടികളും സ്റ്റോക്കില്ല, ഇതിലുള്ള ചെടികൾ മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുക കൊറിയർ സർവീസ് വഴിയാണ്, ആമസോൺ ഷിപ്പിംഗ് അല്ലെങ്കിൽ ഡെലിവറി വഴിയാണ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വരും, ഫ്രം വസന്തി സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരിക. ആമസോൺ ഷിപ്പിങ്ങിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആമസോൺ ഷിപ്പിങ്ങിൻ്റെ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്നാണോ നിങ്ങൾ ബുക്ക് ചെയ്തത്, പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യുന്ന ഡേറ്റാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഓർഡർ എടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓർഡർ ഡിസ്പാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിൻ്റെ മുന്നേ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം നിങ്ങളുടെ ഫോണിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വരും. ഡെലിവറി ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വരും കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റ് ബെയർ റൂട്ടഡ് ആയിട്ടാണ് അയക്കുക, അതായത് ചട്ടിയൊന്നും കൂടിയല്ല അയക്കുക, ഡ്രൈ ആക്കിയിട്ടാണ് അയക്കുക. അതുകൊണ്ട് പൂക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇലകൾ ചിലപ്പോൾ പൊഴിഞ്ഞുണ്ടായിരിക്കും, അതൊരു പ്രശ്നമല്ല. അതുപോലെ ചെറുതായിട്ട് അങ്ങനെ ഞെങ്ങുന്ന പോലെ ഉണ്ടായിരിക്കും, അതൊന്നും പ്രശ്നമില്ല, നോർമലാണ് അതെല്ലാം. അഡീനിയത്തിന് പെട്ടെന്ന് തന്നെ ഇലകളും പൂക്കളും ഒക്കെ വരും, നല്ല വെയിൽ കിട്ടിയാൽ മാത്രം മതി. അതുപോലെ ഇപ്പോൾ മഴ സീസൺ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയത്ത് വല്ലാണ്ട് വെക്കാതെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ മഴ കിട്ടുന്ന ഏരിയയിൽ വെക്കേണ്ട, സൈഡിൽ വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ആവരുത്. ചകിരിച്ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. എല്ലാ ചെടികളും ഇതിൽ കാണിക്കുന്ന എല്ലാതും 100 രൂപയുടെ ചെടികളാണ് കേട്ടോ. പിന്നെ കൊറിയർ ചാർജസ് എക്സ്ട്രാ വരും. ഇപ്രാവശ്യം കൊറിയർ ചാർജസ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ വില കൂടിയ കാരണം അവർ കൊറിയർ ചാർജസിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ പ്ലാൻസ്, മിനിമം 10 പ്ലാൻസിന് തന്നെയാണ് വരുന്നത്. അപ്പോൾ 10 പ്ലാൻസിന് ഇത്ര റുപ്പീസ് അങ്ങനെ ഉണ്ടായിരിക്കും. അത് ഓരോ സൈസും കാര്യങ്ങളും അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ കൂടിയിട്ടുണ്ട് കേട്ടോ കൊറിയർ ചാർജ്. മുന്നേ ഓർഡർ ചെയ്തവർക്കാണ്, മുന്നേ ഓർഡർ ചെയ്തതിൽ നിന്നും വ്യത്യാസമുണ്ട് കൊറിയർ ചാർജിന് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ കോഡ് നമ്പറുകൾ വേണ്ടത് അത് നിങ്ങൾ എഴുതി ടൈപ്പ് ചെയ്യുക കേട്ടോ, ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. അതുപോലെ തന്നെ ഫോട്ടോ അയക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യരുത്, അതിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക കേട്ടോ. കോൾ ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക കേട്ടോ. പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ടും ഇടണം. നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഫർദറായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഫോട്ടോ മാത്രമായിട്ട് ഇട്ടിട്ട് കാര്യമില്ല, അൺബോക്സ് ചെയ്യുന്ന വീഡിയോ തന്നെ ഇടണം കേട്ടോ. നിങ്ങളെ പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജോ അതുപോലെ തന്നെ ഫർദറായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമുക്ക് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്താൽ മാത്രമാണ് അവർ അതിനുള്ള റീഫണ്ടോ അല്ലെങ്കിൽ വേറെ പ്ലാന്റ് അയച്ചു തരുമോ ചെയ്യുള്ളൂ കേട്ടോ. വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീഡിയോ എടുത്ത് അയക്കാൻ ശ്രമിക്കുക. വീഡിയോയിലെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ആരോടും ഡീറ്റെയിൽസ് പറയാത്തത്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നാണോ ബുക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞ് 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അയക്കുക. അതുപോലെ തന്നെ കൊറിയർ സർവീസ് വീട്ടിലേക്ക് എത്തിച്ചു തരും കേട്ടോ. നിങ്ങൾ DTDC അല്ല, കറക്റ്റ് പിൻകോഡ് കൊടുക്കുക.